അപൂർവമായി മാത്രം ദേഷ്യപ്പെടുന്ന ഒരാളാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ്. ദ്രാവിഡ് കലിപ്പോടെ കാറിൽ നിന്ന് ചാടിയിറങ്ങിയ ഒരു ഓട്ടോ ഡ്രൈവറോട് കയർക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അല്ലെങ്കിൽ തന്നെ കാറിന് പിന്നിൽ ഓട്ടോ കൊണ്ടിടിച്ചാൽ ആർക്കായാലും ദേഷ്യം വരും അല്ലേ? കാണാം. നമുക്കൊപ്പം കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, അപൂർവമായി മാത്രം ദേഷ്യപ്പെടുന്ന ദ്രാവിഡ് വരെ ദേഷ്യപ്പെട്ടു പോകണമെങ്കിൽ അദ്ദേഹത്തിന് വണ്ടിയോടുള്ള സ്നേഹവും അതേപോലെ അപ്പോൾ സംഭവിച്ച കാര്യത്തോടുള്ള ഒരു വിദ്വേഷവും എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ? ജയലക്ഷ്മി, തീർച്ചയായിട്ടും നമ്മൾ രാഹുൽ ദ്രാവിഡിനെ വിശേഷിപ്പിക്കാറ് മിസ്റ്റർ കൂൾ അല്ലെങ്കിൽ മിസ്റ്റർ ജെന്റിൽമാൻ എന്നൊക്കെ നമ്മൾ അദ്ദേഹത്തെ പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. എപ്പോഴും സമചിത്തതയോട് അക്ഷോഭ്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അധികം വികാരങ്ങൾക്കൊന്നും അടിപ്പെടാറില്ല അദ്ദേഹം. ഏതായാലും ഇന്നലത്തെ ഈ സംഭവം എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ കൂൾ മൈൻഡ് അത് കൈവിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും അത് കണ്ണിമാർ റോഡിൽ നിന്നാണ്, ബംഗളൂരു നഗരത്തിൽ തന്നെ കണ്ണിംഹാം റോഡിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കാറ് തൊട്ട് മുന്നിൽ പോയ ഒരു ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയുണ്ടായത്. അതിന് കാരണം ഗുഡ്സ് ഓട്ടോ വളരെ പെട്ടെന്ന് ഗുഡ്സ് ഓട്ടോ ബ്രേക്ക് ഇട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാറ് ചെന്ന് പിന്നിലിടിക്കേണ്ടി വന്നത്. ഇതിനെ ചൊല്ലി കാറ് നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം കാറിന് എന്തെങ്കിലും പറ്റിയെന്ന് നോക്കുന്നു. അപ്പോഴേക്കും ഓട്ടോക്കാരൻ തർക്കവുമായിട്ട് വരികയാണ്. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ ചെറിയ വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. പക്ഷേ രണ്ടുപേർക്കും പരാതിയൊന്നും ഇല്ലാത്തതിനാൽ തന്നെ കേസോ മറ്റ് നടപടികളിലേക്കോ ഒന്നും പോയിട്ടില്ല. ഈ സമയത്ത് നമുക്കിപ്പോഴും ഓർമ്മ വരിക ഒരു പേയ്മെൻറ്റ് ആപ്പിൻ്റെ പരസ്യത്തിൽ അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു ട്രാഫിക് റോഡ് റേജിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് ചൂടായിക്കൊണ്ട് അവസാനം ആ പരസ്യത്തിന് അവസാനം മേം ഇന്ദിരാനഗർക്ക് ഗുണ്ടാഹും എന്നൊക്കെ പറഞ്ഞ് വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു കാര്യമൊക്കെ പരസ്യമൊക്കെ അന്ന് വലിയ ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴേതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ പരസ്യവും അതുപോലെ തന്നെ ഇപ്പോൾ വൈറലായിട്ടുള്ള ഈ വീഡിയോയും ചേർത്ത് വെച്ചുകൊണ്ടാണ് വലിയ ട്രോളുകൾ ഇറങ്ങുന്നത്. ഏതായാലും മറ്റു പല കമൻറ്റുകളും കൂടുതലും രാഹുൽ ദ്രാവിഡിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ്. പ്രത്യേകിച്ച് ബംഗളൂരു നഗരത്തിലെ ഓട്ടോക്കാരെ സംബന്ധിച്ച് അവരുടെ സ്വഭാവം വളരെ മോശമാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു പരിധിവരെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കാരണമാകുന്നുണ്ട് തുടങ്ങിയ കമൻറ്റുകൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അത് വീണ്ടും ന്യായീകരിക്കാൻ വരുന്നതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അല്ലേ ശ്രീധരൻ? തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ഒരു സ്വാഭാവിക നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കാറിൽ നിന്ന് രണ്ട് വാഹനങ്ങൾ കൂട്ടിമുട്ടിയാൽ അതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഡ്രൈവർമാർ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റി സംസാരിക്കും. പക്ഷേ ഇതിൽ സംസാരിക്കുന്നയാൾ രാഹുൽ ദ്രാവിഡ് ആണ്, മിസ്റ്റർ കൂൾ ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വൻമതിലാണ് എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ സംബന്ധിച്ച് ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം. പരാതികൾ ഇല്ലാതെ ഇത് പോയി. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ബംഗളൂരുവിലെ നഗരത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവരുടെ മോശം ഡ്രൈവിങ്ങിനെ കുറിച്ചൊക്കെ വലിയ തോതിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്.